കൂടെ നിന്നവർ തന്നെ കൂട്ടുപിരിയുകയാണ്. അതാണ് ഇനി പത്മകുമാർ അനുഭവിക്കാൻ പോകുന്നതും CPM-ന് വലിയ തിരിച്ചടിയാകുന്നതും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ CPM നേതൃത്വം തയ്യാറാകുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച തീരുമാനം ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയായി എന്നുള്ളതാണ് അറിയുന്നത്. കുറച്ചുകാലമായി പാർട്ടി നേതൃത്വത്തിന്റെ കണ്ണിലെ കരടായിരുന്നു പത്മകുമാർ. പാർട്ടിയിൽ തഴയപ്പെട്ടപ്പോൾ പരസ്യമായി അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതികരിച്ചിരുന്നു. നേരത്തെ യുവതി പ്രവേശന കാലത്ത് തന്നെ പാർട്ടി നിലപാടിൽ നിന്നും വ്യതിചലിച്ചതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലിയ രീതിയിലുള്ള എതിർപ്പ് നേരിടേണ്ടി വന്ന ഒരു നേതാവ് കൂടിയാണ് പത്മകുമാർ. അന്നു മുതൽ തന്നെ അദ്ദേഹത്തോട് വലിയ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പല രഹസ്യങ്ങളും അദ്ദേഹത്തിന് അറിയാം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഈ സാഹചര്യത്തിൽ പത്മകുമാറിനെ പാർട്ടി പൂർണ്ണമായും കൈവിടാനാണ് സാധ്യത ഏറുന്നത്. പത്മകുമാറിനെ മാത്രം ബലിയാടാക്കി ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ CPM-ന് കഴിയുമോ എന്നുള്ളത് അവർ പരിശോധിച്ച് വരികയാണ്. കടകംപള്ളി സുരേന്ദ്രന്റെയും പങ്ക് വളരെ വ്യക്തമായി പത്മകുമാർ തന്നെ സൂചിപ്പിച്ച അവസ്ഥയ്ക്ക് പത്മകുമാറിനെ കൈവിട്ടുകൊണ്ട് പാർട്ടിക്ക് ഒരു രക്ഷയുണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി ചിന്തിക്കുന്നത്. ആ സൂചനയാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ പത്മകുമാറിന്റെ അറസ്റ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. പാർട്ടി ഉന്നത നേതൃത്വവുമായി ബന്ധമുള്ള പത്മകുമാറിന്റെ അറസ്റ്റ് പ്രതിപക്ഷം വലിയ വിഷയമാക്കുകയും പ്രചരണത്തിൽ അത് വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കുകയും ചെയ്താൽ CPM-ന്റെ മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ അഡ്രസ്സ് പോലും ഉണ്ടാകില്ല എന്ന് LDF തന്നെ വിലയിരുത്തി കഴിഞ്ഞു. പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള തിരിച്ചടിയാകില്ല എന്നൊരു ആത്മവിശ്വാസത്തിലാണ് CPM ഉള്ളത് എങ്കിലും ഇപ്പോൾ അത് കേരളത്തിന്റെ ഏറ്റവും വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ജീവനക്കാരെയും ചുറ്റിപ്പറ്റി വളർന്ന ഒരു കേസ് CPM-നായി വളരെ ബന്ധമുള്ള CPM-ന്റെ സന്തത സഹചാരിയായ വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുകയും അത് തന്നെ തെരഞ്ഞെടുപ്പിൽ CPM-ന് തോൽക്കാനുള്ളൊരു മാർഗമായി മാറുകയും ചെയ്തിരിക്കുന്നു. പത്മകുമാറിന്റെ അറസ്റ്റോടെ ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയം എന്ന് മാത്രമല്ല CPM-ന്റെ പതനത്തിന് തന്നെ കാരണമായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അത് തന്നെയാണ് വിഷയം. ഈ വിഷയം സുവർണാവസരമാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും പ്രതിപക്ഷമായ UDF-ഉം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ പറ്റിയുള്ള ചില മൊഴികൾ അത് പത്മകുമാർ നൽകി എന്നാണ് അറിയുന്നത്. അത് തീർത്തും അദ്ദേഹത്തിന് എതിരായി വന്നാൽ പത്മകുമാറിന്റെ മൊഴി അടിസ്ഥാനമാക്കി മുൻ മന്ത്രിയെയും അറസ്റ്റ് ചെയ്യുന്നതോടെ CPM പൂർണ്ണമായും പ്രതിരോധത്തിലാകും. ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ തുടർ നടപടി സ്വീകരിച്ചത് എന്ന് പത്മകുമാർ വ്യക്തമാക്കുന്നു. അതിനർത്ഥം ഈ മന്ത്രിക്കും ഇക്കാര്യത്തിൽ വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് SIT പരിശോധിച്ചു വരുന്നതും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നതും. തൻ്റെ മുന്നിൽ ഒരു ഫയലും എത്തിയിട്ടില്ല എന്ന് കടകംപള്ളി ആവർത്തിച്ചു പറയുമ്പോഴും താങ്കൾ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് വിരൽ ചൂണ്ടുകയാണ് പത്മകുമാർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും പത്മകുമാർ എന്ന നേതാവ് തന്നെയാണ് CPM-നെ ഇല്ലാതാക്കാൻ പോകുന്നത് എന്നുറപ്പായി കഴിഞ്ഞു. പത്മകുമാർ മാത്രമല്ല കൊള്ളക്കേസിലുള്ളത്, അത് വലിയ വലിയ നേതാക്കളുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതും ഇനി പത്മകുമാറിൻ്റെ ഒരു വിഷയമായും അദ്ദേഹത്തിൻ്റെ ജോലിയായും മാറുന്നതോടുകൂടി വ്യക്തമായും പറയാം CPM-ന്റെ അന്തകൻ അത് പത്മകുമാറായി മാറുകയാണ്. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചെല്ലാം അന്വേഷിക്കുമ്പോൾ വ്യക്തമായി CPM-ന്റെ പതനം തന്നെ ഉറപ്പിക്കുന്നതാണ് ഇനിയുള്ള SIT-യുടെ നീക്കങ്ങൾ എന്ന് ഉറപ്പിച്ചു പറയാം.